എന്നതേ ഇന്ന് നമ്മൾ എവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ്. അപ്പം എൻ്റെ ഉമ്മി കാണിച്ചു തരും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ മുളക് ബജി ഉണ്ടാക്കാൻ ഇവിടെ ആവശ്യത്തിന് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞ് വെള്ളം വേണം. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുവേ, അതിന് വേണ്ടിയിട്ടാണ് വാളംപുളി പിഴിഞ്ഞ് വെള്ളം. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടി കടലമാവ് വേണം. നമ്മുടെ കയ്യിൽ എത്ര മുളകാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ കടലമാവ് എടുക്കുക. അപ്പം നമുക്ക് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കായപ്പൊടി വേണം, നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു 1/2 സ്പൂൺ തന്നെ മുളക് പൊടി. ഒരു കളറിനും ഒരു ചെറിയൊരു വേറൊരു നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പം ഞാൻ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വാളംപുളി വെള്ളത്തിൽ നിന്ന് നമ്മൾ മുളകൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിക്കാം ആവശ്യത്തിന്. ഇതിൽ നിന്ന് നമുക്ക് ഓരോ മുളകായിട്ട് എടുത്തിട്ട് ഈ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാമേ. നമ്മളിതിലേക്ക് ബാക്കിയും കൂടെ മുളക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കാവുന്നത് വരെ, ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്യണം. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള മുളകോടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ മുളക് ബജി ഉണ്ടാക്കിയ ഓയിലിലേക്ക് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നഗറ്റ്സ് ഉണ്ട്. അപ്പം അതോടെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണേ. ഇവിടെ നഗറ്റ്സ് ഫ്രൈ ആയിക്കൊണ്ടിരിപ്പുണ്ട്. അതിനപ്പുറത്ത് തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു അടിപൊളി സുലൈമാനിയും നഗറ്റ്സും പിന്നെ അതിൻ്റെ കൂടെ മുളക് ബജിയും. നമ്മുടെ ചൂട് മുളക് ബജി, നഗറ്റ്സ്, അതിലേക്ക് സോസ് ഒഴിച്ചിട്ടുണ്ട്, നല്ല കട്ടൻ ചായ. അപ്പം ഇവർ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. അപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാ. ഇങ്ങനെയുണ്ട്. കേട്ടോ, നല്ല ടേസ്റ്റ്. എരിവൊന്നും ഇല്ല കൂടുതൽ. കടിച്ചു
ബൈ ബൈ. നല്ല ടേസ്റ്റ്. സബ്സ്ക്രൈബ് അടിക്കണേ. എല്ലാവർക്കും 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്.